ഹായ് ഹലോ. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അതിനുവേണ്ടി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ അതുപോലെ തന്നെ 2 ഏലക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് പൊട്ടണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ടൈമിൽ നല്ല മണമായിരിക്കും കേട്ടോ തേങ്ങയ്ക്ക്. ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നോടം വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അരയ്ക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മളിനി ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം 2 മീഡിയം സൈസ് സവാള നന്നായി കുരുകുരാന്ന് അരിഞ്ഞെടുത്തത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2 പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വേഗം വഴണ്ടി വരാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം പച്ചമണമൊക്കെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി ഒരെണ്ണം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി വേഗം വഴണ്ടി വരാൻ വേണ്ടി നമ്മളിത് അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിച്ച് പോവാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഉരുളക്കിഴങ്ങിനൊക്കെ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇപ്പം ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു 3 ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ നന്നായി കഴുകിയെടുത്തതാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട്.
വലുപ്പത്തിൽ അരിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. കുഞ്ഞതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടി വലുപ്പത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു ടീസ്പൂണ് ഓളം ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. കാരണം അത് കല്ലുപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവസാനം നമുക്കിടാം. ഇത് അടച്ച് വെച്ചിട്ട് കേട്ടോ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ. അപ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷെ വെന്തിട്ടില്ല കേട്ടോ, അധികം വെന്തിട്ടില്ല. നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. പക്ഷേ ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടി വേകാനുള്ളതുകൊണ്ട് കുറച്ചുകൂടെ നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരപ്പ് അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ആ അരപ്പ് അരച്ചതിൻ്റെ വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ അരച്ചത് കാണിച്ചിട്ടില്ല വീഡിയോയിൽ. പക്ഷെ ആ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും തിക്നെസ് പാടില്ല. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറച്ച് ലൂസായിട്ട് വേണം എടുക്കാൻ. കാരണം ഇത് കുറുകി വരും. നമ്മൾ തണുക്കും തോറും നന്നായിട്ട് അങ്ങോട്ട് തിക്നെസ് കൂടി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് കറി എടുക്കുന്നത്. നമുക്ക് പലഹാരത്തിനും ചോറിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ല കറിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണ്ടേ. ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് വറ്റണം കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അതിനകത്ത് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പും മുളകും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് ഈ ടൈമിൽ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ടൈമിൽ ചുമ്മാ ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. നമ്മളിത് കറി ഇങ്ങനെ തിളച്ച് ഇപ്പോൾ കണ്ടോ വെളിച്ചെണ്ണയൊക്കെ മുകളിലിട്ട് ഇങ്ങനെ പാറി വന്ന് കിടക്കുന്നുണ്ട്. ഏകദേശം എല്ലാം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും കുറച്ച് ലൂസായിപ്പോയിന്ന്. ഒരിക്കലുമില്ല, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് സാധനം റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1/2 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കാച്ചുന്നില്ല. കറി കാച്ചാത്തത് കൊണ്ടാണ് പച്ച വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കറി കാച്ചണമെന്നുണ്ടെങ്കിൽ അതുപോലെ കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.